ചക്കുളത്തുകാവിൽ നവരാത്രി നൃത്ത സംഗീതോത്സവത്തിന് തിരിതെളിഞ്ഞു. ക്ഷേത്ര മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി ഭദ്രദീപം തെളിച്ച് ഉദ്ഘാടനം ചെയ്തു. ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രിയോടനുബന്ധിച്ചുള്ള ചക്കുളത്തമ്മ നൃത്ത സംഗീതോത്സവത്തിന് തിരിതെളിഞ്ഞു. ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ ക്ഷേത്ര മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. ട്രസ്റ്റിമാരായ അശോകൻ നമ്പൂതിരി, രഞ്ജിത്ത് ബി നമ്പൂതിരി, ദുർഗാദത്തൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. കേരളത്തിനകത്തും പുറത്തു നിന്നുമുള്ള പ്രശസ്തരായ സംഗീതജ്ഞരും കലാകാരന്മാരും കലാകാരികളും നൃത്ത സംഗീതോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സംഗീതാർച്ചനയ്ക്ക് പുറമെ ഭരതനാട്യം, കുച്ചിപ്പുടി, കഥകളി, ഓട്ടൻതുള്ളൽ, ചാക്യാർകൂത്ത്, തെയ്യം, കോലം തുടങ്ങിയവയും അരങ്ങേറും. പങ്കെടുക്കുന്ന കലാപ്രതിഭകൾക്ക് ചക്കുളത്തുകാവ് ട്രസ്റ്റ് വക സർട്ടിഫിക്കറ്റ് നൽകുമെന്ന് ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി അറിയിച്ചു. നവരാത്രി ദിനങ്ങളിൽ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്ന ഭക്തർക്കും വിജയദശമി നാളിൽ ആദ്യാക്ഷരം കുറിക്കുന്ന കുട്ടികൾക്കും ആവശ്യമായ ക്രമീകരണങ്ങൾ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. ധാരാളം ഭക്തജനങ്ങൾ ഈ സംഗീതാർച്ചനയ്ക്കായാലും ഡാൻസിനായാലും കഥകളിക്കായാലും ഓട്ടംതുള്ളലിനായാലും മറ്റെല്ലാവിധ കലാപരിപാടി ദേവകലകൾ മുഴുവൻ അവതരിപ്പിക്കുന്ന ഒരു മഹാസങ്കേതമാണ് ചക്കുളത്തുകാവ് നൃത്ത സംഗീതോത്സവത്തിൽ കണ്ടുവരുന്നത്. എല്ലാ ഇടങ്ങളിൽ നിന്നുമായി ധാരാളം ആൾക്കാർ കേരളത്തിനകത്തും പുറത്തു നിന്ന് പോലും ധാരാളം സംഗീതാർച്ചനയിൽ പങ്കെടുക്കാനായിട്ട് ഇവിടെ വന്നു ചേരുന്നുണ്ട്. ഏതാണ്ട് 10 ദിവസം കൊണ്ട് സമാപിക്കുന്ന ഈ മഹോത്സവം ഇവിടെ ഭക്തജനങ്ങളുടെ കൂടുതൽ കാരണം അത് 12 ദിവസമായി നീട്ടിയിരിക്കുകയാണ് ഈ ക്ഷേത്രത്തിലെ സംഗീതോത്സവം. അതിന് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. നവരാത്രി സംഗീതോത്സവം എന്ന് പറയുന്നതിൻ്റെ കൂടെ നവരാത്രിയുടെ പ്രാധാന്യം കൂടെ പ്രത്യേകിച്ചുണ്ട്. നവരാത്രി എന്ന് പറയുന്നത് ദുർഗാ ഭഗവതിയുടെ 9 ഭാവങ്ങൾ ആണ് കൂടുതലും അതിന് നമ്മൾ സങ്കല്പിച്ചിരിക്കുന്നത്. ദേവീഭാവം ദുർഗയാണ്. കലകൾക്കും വിദ്യകൾക്കും ഈ പ്രപഞ്ചത്തിലെ എല്ലാ പ്രകാശങ്ങൾക്കും അറിവിന്റെ ദേവതയായി ദേവിയെ പൂജിക്കുന്ന ഒരു സന്ദർഭമാണ് ഈ നവരാത്രി എന്ന് പറയുന്നത്. അതിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ നൃത്ത സംഗീതോത്സവമായി ഇത് ആഘോഷിക്കപ്പെടുകയാണ്. വളരെ ഭക്തിനിർഭരമായ ചടങ്ങോടും ക്ഷേത്ര കലകൾ അവതരിപ്പിച്ചുകൊണ്ടും ധാരാളം ആൾക്കാർ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. മംഗളമായിട്ട് വിജയദശമി നാളില് കുരുന്നുകൾക്ക്, ബാല്യങ്ങൾക്ക് അക്ഷരം എഴുതുവാനുള്ള, ആദ്യാക്ഷരം കുറിക്കാനുള്ള അവസരങ്ങളും അതുപോലെ തന്നെ വലിയ ആൾക്കാർക്കും നിലത്തക്ഷരം കുറിക്കുന്നതിനും അവരുടെ ഓർമ്മകൾ നിലനിർത്തുന്നതിനും അവരുടെ ബുദ്ധിയിലോട്ട് അറിവിന്റെ പ്രകാശം വരുത്തുന്നതിനുമായിട്ട് വിജയദശമി നാളില് ഇവിടെ ധാരാളം കുട്ടികൾ ജാതി മതഭേദമില്ലാതെ എത്തി അക്ഷരം കുറിക്കുന്ന ഒരു അനുഭവവും നമുക്ക് കാണാവുന്നതാണ്. CDNet ന്യൂസ്, ഹരിപ്പാട്.